ഹലോ ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് ഫ്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പോട്ടിൽ നട്ടിരിക്കുന്ന താമര എങ്ങനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റാം എന്നതാണ്. വലിയ താമരകൾ നടാൻ എപ്പോഴും നല്ലത് 10 ഇഞ്ചിന് മുകളിലേക്കുള്ള ബേസിനുകളോ പാത്രങ്ങളോ ആണ്. എന്നാൽ തുടക്കക്കാർക്ക് ട്യൂബർ പിടിപ്പിക്കാൻ എളുപ്പം ചെറിയ ചട്ടിയിൽ നട്ടിട്ട് വേര് പിടിച്ചതിന് ശേഷം മാറ്റി മറ്റൊരു ചട്ടിയിലേക്ക് നടുന്നതാണ്. ചില നഴ്സറികളിൽ നിന്നും ഇതുപോലെ ചെറിയ ചട്ടികളിൽ നമുക്ക് താമര വാങ്ങാൻ കിട്ടും. തുടക്കക്കാർക്ക് ട്യൂബർ വാങ്ങി നടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ ചട്ടിയിൽ ലഭിക്കുന്ന തൈകൾ വാങ്ങുന്നതാണ്. അതാകുമ്പോൾ കുറഞ്ഞ വിലയിൽ നല്ല തൈ നമുക്ക് ലഭിക്കും. ട്യൂബർ ആകുമ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മളിന്ന് നടുന്നത് ഈ ചെറിയ പോട്ടിൽ നട്ടുവെച്ചിരിക്കുന്ന യെല്ലോ പിയോണി എന്ന വെറൈറ്റിയുടെ തൈയാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബേസനാണ്. അതിലേക്ക് ഭാഗത്തോളം ചാണകപ്പൊടി നിറയ്ക്കുന്നു. നമ്മൾ നടുമ്പോൾ കൊടുക്കുന്ന ഈ അടിവളത്തിനനുസരിച്ചിരിക്കും താമര പൂക്കുന്നതിൻ്റെ വലുപ്പവും പൂവിൻ്റെ എണ്ണവും എല്ലാം. ചാണകപ്പൊടി നിരത്തിയ ശേഷം അതിലെ കട്ടകളെല്ലാം ഉടച്ച് ഒരുപോലെ പാത്രത്തിൽ നിരത്തണം. കട്ടകൾ ഉടയ്ക്കുന്നത് താമരയുടെ വേര് നല്ല രീതിക്ക് വളരാനാണ്. ഈ വേരുകളാണ് പിന്നീട് ട്യൂബറായി ഫോം ചെയ്യുന്നത്. ചാണകത്തോടൊപ്പം ആട്ടിൻകാട്ടം മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചാണകവും ആട്ടിൻകാട്ടവും നല്ലതുപോലെ ഉണങ്ങിയത് തന്നെ ഉപയോഗിക്കുക. അത് പച്ചയ്ക്ക് ഉപയോഗിച്ചാൽ വെള്ളം പെട്ടെന്ന് പാഴ് പിടിച്ച് ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചാണകത്തിന് മുകളിൽ അടുത്ത ലെയറായി എല്ലുപൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത മിശ്രിതമോ ഒരു പിടി ഇട്ടുകൊടുക്കുക. ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒരേ അളവിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വളം ചേർക്കുമ്പോൾ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് വളം ചേർക്കുക. ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ പാത്രമായതിനാൽ 1.5 പിടിയോളം വളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്ത ലെയറായി മണ്ണാണ് നമ്മൾ ചേർക്കുന്നത്. മണ്ണിന് പകരം പാടത്തു നിന്നുള്ള ചെളി ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ചെളി ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് ലഭ്യമാകുന്നത് ഏത് മണ്ണാണോ ആ മണ്ണിൻ്റെ മേൽമണ്ണ് നമുക്ക് താമര നടാൻ ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കുന്നത് പുഴയുടെ തീരത്ത് നിന്ന് ലഭിക്കുന്ന തരം മണ്ണാണ്. പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം നിറയുന്നത് വരെ മണ്ണ് നിറയ്ക്കുക. മണ്ണിടുമ്പോഴും വെള്ളം നിറയ്ക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അടിവളവും മേൽമണ്ണുമായിട്ട് മിക്സ് ആവാൻ പാടില്ല. ശേഷം അതിലൊരു കുഴി ഉണ്ടാക്കി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന താമരയെടുത്ത് സാവകാശം ചട്ടിയിൽ നിന്നും മാറ്റുമ്പോൾ അതിൻ്റെ വേരിന് ഡാമേജ് ഒന്നും വരാതെ സൂക്ഷിക്കണം. ഇതുപോലെയാണ് ചട്ടിയിൽ നിന്നും വേർപെടുത്തി എടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ പ്ലാന്റിന് എത്രമാത്രം വേര് വളർന്നിട്ടുണ്ട് എന്നത്. വേരിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ആ പൂവിന് വലിപ്പം വയ്ക്കാത്തത്. സാവകാശം എടുത്ത പ്ലാന്റ് നേരത്തെ ഉണ്ടാക്കിയ കുഴിയിൽ വെച്ചതിന് ശേഷം വേരുകൾ നമ്മൾ മണ്ണിട്ട് മൂടുന്ന സമയം പ്ലാന്റിൻ്റെ മുകളിൽ ഒരുപാട് മണ്ണിടേണ്ട കാര്യമില്ല. കുറച്ച് മാത്രം മണ്ണിട്ട് ഫില്ല് ചെയ്യുക. നട്ടതിന് ശേഷം അതിലുള്ള കേടായ ഇലകളും തണ്ടുകളും മറ്റും നീക്കം ചെയ്ത് പ്ലാന്റിനെ കൂടുതൽ ഹെൽത്തിയാക്കി നിർത്താൻ നോക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്തും അടിവളവും മണ്ണും തമ്മിൽ മിക്സ് ആവാതെ നോക്കണം. അതിനായി ഒരു ഇലയോ ഒരു ഓടിൻ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും മണ്ണിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് മാത്രം വെള്ളം സാവകാശം ഒഴിച്ച് ഫില്ല് ചെയ്യുക. പിന്നീട് ഈ പ്ലാന്റ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിക്ക് വെയിൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടബ് ക്ലീൻ ചെയ്യുകയും ചീഞ്ഞ ഇലകളും മറ്റും വെട്ടിമാറ്റി വൃത്തിയാക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് ഒച്ച്, കൊതുക് മുതലായ കീടങ്ങളുടെ ശല്യം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ശരിയായ രീതിയിൽ എങ്ങനെ താമരയ്ക്ക് വളപ്രയോഗം ചെയ്യാമെന്നതും താമരയ്ക്ക് വരാൻ സാധ്യതയുള്ള കീടങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചും മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താമര നടുന്ന രീതി ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.